അങ്ങനെ ആഴ്ചകൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളിൽ പോകാനും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെ ഉണ്ടാകും. വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ചെയ്തത്. ക്ഷേത്രോത്സവം മുതൽ ഇനി കുറച്ച് ദിവസം ചികിത്സകൾ വരെ ഒരു ആയുർവേദ ചികിത്സകൾ അടക്കം. കാരണം ഈ പല നേതാക്കളും മുമ്പ് പറയുമായിരുന്നു, നമ്മൾ ഈ ഇലക്ഷന് തൊട്ട് പിന്നാലുള്ള പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ പലരും കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഒന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ഈ ഒട്ടപ്പാച്ചിലാണല്ലോ ഇത്രയും ദിവസം. അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും ജീവിതത്തിൽ പൊതുവെ ചിട്ട പാലിക്കുന്ന ആളുകളാണെങ്കിൽ പോലും സ്ഥാനാർത്ഥികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളൊരു ഭക്ഷണം തന്നത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ചിട്ടകളും വിട്ടൊരു സമയം കൂടിയാണ് അവർക്ക്. അപ്പോൾ വീണ്ടും ആ ചിട്ടകളിലേക്കൊക്കെ വരാനും മൊത്തത്തിലൊന്ന് അടുക്കും ചിട്ടയിലാക്കാനും സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസമെങ്കിലും അവരെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.